നമസ്കാരം, എല്ലാവർക്കും വീക്കെൻഡ് മൊമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് അടിപൊളി ഒരു അയലക്കറിയുടെ റെസിപ്പിയുമായാണ്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ 3 അയല ക്ലീൻ ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. തലയുടെ പീസ് കൂടി എടുത്തിട്ടുണ്ട്. തലയുടെ പീസ് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 തണ്ട് കറിവേപ്പില, ഒരു വലിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നീളത്തിലോ കഷ്ണങ്ങളാക്കിയോ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. 3 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടീസ്പൂൺ വീതം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നാടൻ ഇഞ്ചിയും നാടൻ വെളുത്തുള്ളിയും ആണെങ്കിൽ ഓരോ ടീസ്പൂൺ മതിയാവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, ഉപ്പ്, എണ്ണ, കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയുമാണ്. അയലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഉലുവയും കടുകും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് ഇളക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ചെറിയുള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ചോറിൻ്റെയും കപ്പയുടെയും കൂടെ മാത്രമല്ല, പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മീൻകറിയാണിത്. സവാള കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല എരിവുള്ള 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കറി വയ്ക്കുമ്പോൾ പൊടികൾ മൂപ്പിക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. 4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ഇട്ടാൽ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി നിറമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 3 പീസ് കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ തക്കാളി കൂടി ഇതിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് പുളി ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ കപ്പ് നിറയെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിളക്കി അടച്ചു വയ്ക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നതിനായി വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അയലമീൻ്റെ പീസുകൾ കൂടി ഇട്ട് കൊടുക്കാം. ഈ അയലക്കറിയുടെ റെസിപ്പി ഇഷ്ടമായവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. മീൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് തക്കാളി കൂടി വെച്ച് കൊടുക്കാം. ഇതിനി അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കറി ഇപ്പോൾ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. കറി ഇപ്പോൾ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കറി വച്ച് കഴിഞ്ഞ് 4-5 മണിക്കൂറിന് ശേഷം എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് അടിപൊളി രുചിയായിരിക്കും കറിക്ക്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.